ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു പൈക്കപ്സ് മോണ്ടിസോറി കിഡ്സ് അക്കാഡമി. വീട് പോലൊരു സ്കൂൾ. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താ? സാന്താക്ലോസ് അല്ലേ? സാന്താക്ലോസിൻ്റെ കഥ എത്ര പേർക്കറിയാം? ടീച്ചർ പറഞ്ഞു തരട്ടെ. 4th സെഞ്ച്വറിയിൽ ഇന്നത്തെ ടർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ ബിഷപ്പായിരുന്നു സെയിൻറ്റ് നിക്കോളാസ്. ആ നാട്ടിലുണ്ടായിരുന്ന കുട്ടികളെയും ഫാമിലിയെയും ഒക്കെ ഒരുപാട് സഹായിച്ചിരുന്ന നല്ല മനസ്സുള്ള ദയാശീലമുള്ള നല്ലൊരു ബിഷപ്പായിരുന്നു ഈ സെയിൻറ്റ് നിക്കോളാസ്. അവിടുത്തെ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളും മറ്റും സീക്രട്ട് ഗിഫ്റ്റായി കൊടുക്കുന്ന ഒരു പതിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നല്ല ശീലം ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. സെയിൻറ്റ് നിക്കോളാസിൻ്റെ കഥകൾ അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചപ്പോൾ ഡച്ചുകാർ അദ്ദേഹത്തെ അവരുടെ ഭാഷയിൽ സ്നേഹത്തോടെ സിന്ദർക്ലാസ് എന്ന് വിളിച്ചു. നല്ല രസമുണ്ടല്ലേ ആ പേര് കേൾക്കാൻ? അവർ അന്ന് വിളിച്ചിരുന്ന ഈ സിന്ദർക്ലാസ് എന്ന പേരാണ് പിന്നീട് നമ്മൾ ഓരോരുത്തരും വിളിച്ച് സാന്താക്ലോസ് എന്നാക്കി മാറിയത്. 1822 ക്ലെമൻ മോർ എഴുതിയ എ വിസിറ്റ് ഫ്രം സെയിൻറ്റ് നിക്കോളാസ് എന്ന ഒരു ക്രിസ്മസ് പോമിലാണ് ആദ്യമായിട്ട് സെയിൻറ്റ് നിക്കോളാസ്, അതായത് നമ്മുടെ സാന്താക്ലോസിനെ റെയിൻഡീസ് വലിക്കുന്ന ഒരു വണ്ടിയിൽ പോകുന്ന സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരാളായിട്ട് ചിത്രീകരിക്കുന്നത്. 1881 തോമസ് നാസ്റ്റ് എന്ന വളരെ അതുല്യ പ്രതിഭയായ ഒരു ചിത്രകാരൻ ഈ പോം വായിക്കാനിടയായി. ആ പോമിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സാന്താക്ലോസിനെ പിക്ചറായി ഒന്ന് വരയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ പിക്ചറിലാണ് സാന്താക്ലോസിന് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ വെളുത്ത താടിയും നല്ല കുപ്പായവും പുറകിലൊരു സമ്മാന പൊതികളെല്ലാം നിറഞ്ഞ ഒരു തോൾ സഞ്ചിയൊക്കെ ആയിട്ട് പുള്ളിമാനുകൾ വലിക്കുന്ന തേരിൽ വരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള വ്യക്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കഥകൾ കേൾക്കാനായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും സാന്താക്ലോസിൻ്റെ കഥ മനസ്സിലായില്ലേ? താങ്ക്